അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ അനന്തയുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പുത്രന്റെ കർത്താവായ യേശു ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടരുളയണമേ. സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവർ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. യഹൂദരെ ഇത് സംഭവിക്കുമ്പോൾ അവനെ ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവന്റെ ഉദ്ദേശം. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് ഇരുസംഘടനകളാൽ ബന്ധിതനായി രണ്ട് ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിന്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. എനിക്ക് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം എങ്ങനെ കൈപിടിച്ചുയർത്തി എന്നതിൻ്റെ ഉദാത്തമായ മാതൃകയാണ് വിശുദ്ധ പത്രോസിൽ നാം കാണുന്നത്. ഇന്ന് ഉത്തരം പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോ അവനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. മാംസരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. സ്വർഗസ്ഥനായ പിതാവിനെ മനസ്സിലാക്കണമെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ വെളിപാടുണ്ടാവണമെങ്കിൽ ഒരു മനുഷ്യൻ നിശ്ചയമായും നിഷ്കളങ്കനായിരിക്കണം. ഹൃദയ പരിശുദ്ധി, അങ്ങനെയുള്ളവരാണ് ദൈവത്തെ കാണുന്നതും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സ്വീകരിക്കുന്നതും. ശിമോൻ പത്രോസിന് ദൈവപിതാവുമായിട്ട് ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. ഉത്ഥാനത്തിന് ശേഷം ഈശോ പത്രോസിനോട് ചോദിക്കുകയാണ്, ഇവരെക്കാൾ ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിക്കുന്നു, 3 പ്രാവശ്യം ഉത്തരം പറയുന്നു. 3ാമത്തെ പ്രാവശ്യം പത്രോസ് സങ്കടത്തിലാവുന്നു എന്നും തിരുവചനം പറയുന്നു. പത്രോസിന്റെ നിഷ്കളങ്കമായ സ്നേഹം. പത്രോസ് തള്ളി പറഞ്ഞതിന് ശേഷം മാറി നിന്ന് കരയുന്നതായിട്ട് തിരുവചനത്തിൽ കാണുന്നു. താൻ ചെയ്ത തെറ്റിനെ ഓർത്ത്, താൻ സ്നേഹിച്ച ഗുരുവിനെ തള്ളിപ്പറഞ്ഞതിനെ ഓർത്ത് നിഷ്കളങ്കമായി കരയുന്ന പത്രോസ്. ഒരു സൈഡില് കനത്ത പരാജയം ഉണ്ടാകുമ്പോൾ മറ്റൊരു സൈഡിൽ പച്ചയായ നിഷ്കളങ്കനായ ശുദ്ധനായ ഒരു മനുഷ്യനെ നമുക്ക് പത്രോസിൽ കാണാൻ സാധിക്കും. കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുതന്നെയാണ്. എന്നെ സ്നേഹിക്കുക, എല്ലാവരെക്കാളും സ്നേഹിക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അതുപോലെ നിന്റെ മാതാപിതാക്കളെക്കാളും ജീവിത പങ്കാളിയെക്കാളും മക്കളെക്കാളും എന്നെ സ്നേഹിക്കുക. പത്രോസിൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് വിട്ടെറിഞ്ഞു വന്ന വിവാഹിതനായ ഒരു അൽമായനായിരുന്നു. അദ്ദേഹം ഇത്രമാത്രം നിഷ്കളങ്കനായി പെരുമാറുമെന്ന് കർത്താവിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ആ നിഷ്കളങ്കതയിലും ആ വിശ്വാസത്തിൻ്റെ മേലുമാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. ലോകം മുഴുവൻ അറിയുന്ന ഒരു വലിയ മതമായി ക്രിസ്തു മതം വളർന്നു. പത്രോസ് എന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ട സഭ ഇന്ന് വത്തിക്കാൻ, സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ, സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക
ഇതെല്ലാം പത്രോസ്ലിഹയുടെ പേര് കൊണ്ട് ശ്രദ്ധേയമാണ്. നാം ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മിലേക്ക് തന്നെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. എത്രമാത്രം ബലഹീനനാണ് മനുഷ്യരുടെ കണ്ണിൽ നാമെങ്കിലും ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുകയും നമുക്ക് വേണ്ടത് നൽകി നമ്മളെ ഉയർത്തുകയും ചെയ്യും എന്ന വലിയ വിശ്വാസം നമുക്കുണ്ടാകണം. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തോടൊപ്പം ആയിരിക്കുക, ദൈവത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുക. പത്രോസ്ലിയെ കുരിശിൽ തറച്ച് കൊന്നു എന്നാണ് പാരമ്പര്യം പറയുന്നത്. മരിക്കാൻ സമയമായപ്പോഴും അദ്ദേഹം ആവശ്യപ്പെട്ടത്, എൻ്റെ ഗുരുവിനെ പോലെ എന്നെ കുരിശിൽ തറയ്ക്കരുത്, തലകീഴായിട്ട് കുരിശിൽ തറച്ചുകൊള്ളുക. അവിടുത്തെ അനുകരിക്കാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല, എളിമപ്പെട്ടുകൊണ്ട് പത്രോസ് പറഞ്ഞതായിട്ടാണ് നാം പാരമ്പര്യത്തിൽ വായിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുനാൾ നമുക്കൊരു മാർഗദർശനമാകണം. എത്ര താഴ്ത്തപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ കാണപ്പെട്ടാലും ദൈവത്തിന്റെ മുമ്പിൽ നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നമ്മെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടെന്നുള്ള ആ വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യമായ സൃഷ്ടാവ് സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവ് എല്ലാ യുഗങ്ങൾക്കും പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശവും സദൈവത്തിലുള്ള സത്യദൈവവും ചലിച്ചവനെങ്കിലും സ്തുതിക്കപ്പെടാത്തവനും പിതാവുമായി സത്യദൈവമായ തിരുനാളിൽ ഒന്നായി സമ്മേളി നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ഞങ്ങളുടെ രൂപതാധീക്ഷനും പിതാവിനെയും ഇന്നേ ദിവസം ഞങ്ങൾക്കായി ബലിയർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വിശ്വാസനെയും അങ്ങയുടെ തികത്വത്താൽ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങളുടെ മനസ്സിനായ വിശുദ്ധ പത്രോസ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരെയും വിശുദ്ധമായ ജീവിതം നയിക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവമേ, വിദ്യാഭ്യസിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ഞങ്ങൾ അങ്ങേ തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. നല്ലതുപോലെ പഠിക്കുവാനും നല്ലൊരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കുവാനുമുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവവും ഞാൻ ഹൃദയത്തിൽ താലമൊരുങ്ങി വെടിവേദി സ്നേഹത്തിൽ കാഴ്ചയൊരുങ്ങി പെരിദാനമായി തീരാ കനിവാൽ നിറയാനർപ്പിക്കാം ഈ കാഴ്ചകൾ നിൻ മുൻപിൽ ഹൃദയത്തിൽ താലമൊരുങ്ങി അണയാം നാദാ ഒരു മനമോടെ നൽകാം. പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ, അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിനെ ജീവനുള്ള ദൈവമായ അങ്ങേ പുത്രനെയും ഏറ്റുപറയുവാൻ രഹസ്യാത്മക വെളിപാടിലൂടെ അങ്ങ് പഠിപ്പിക്കുകയും മഹത്വപൂർണമായ പീഡാസനത്തിലൂടെ തന്റെ ഗുരുവിനെ സാക്ഷ്യം നൽകാൻ ഇടയാക്കുകയും ചെയ്തുവല്ലോ. ഈ വിശുദ്ധന്റെ സ്മരണയിൽ അങ്ങേ ജനത്തിന്റെ കാഴ്ചദ്രവ്യങ്ങൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യയുടേതായ ദൈവമേ, അങ്ങേ ആചരണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് ധന്യരെ അപ്പോസ്തലന്മാർ വഴി നിരന്തര സംരക്ഷണം നൽകി അങ്ങ് കാത്തുപാലിക്കുന്നു. അങ്ങനെ അതേ പാലകന്മാരാൽ നയിക്കപ്പെട്ട് അങ്ങേ പുത്രന്റെ പ്രതിപുരുഷന്മാരായ ഇടയന്മാരായി നയിക്കുവാൻ അവരെ തന്നെ അജഗണത്തിന് അങ്ങ് നൽകി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, തീശന്മാർ തുടങ്ങിയ സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത്
അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പഠിപ്പിക്കുന്നു. എന്നാലും നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. നിങ്ങൾ ഇത് ഓർമ്മയ്ക്കായി ചെയ്യുന്നു. കർത്താവെ, അങ്ങ് വീട്ടിൽ വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ കർത്താവെ, അവിടുത്തെ മരണം ഉയർത്തുന്നതുകൊണ്ട് അങ്ങയെ പരിചരിക്കുന്ന മഹരാക്കിക്കൊണ്ടിരുന്നു. ഇവന്റെ അപ്പവും രക്ഷപാനപാത്രവും അങ്ങേ കാത്തിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിനും രക്തത്തിനും പങ്കുചേരും ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകത്തിൽ വ്യാപിച്ചത് ഞങ്ങൾ സഭയോർക്കണം. അതിലെ പാപ്പയോടും ദുർഗതാദക്ഷിണപ്പോഴും പ്രാണോടും വലിയ സഭയാണ് ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേക്ക് പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരും കന്യാമം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യയുടെ കർത്താവായ ഭാഗ്യത്തിനെ അവസരങ്ങളും അതിൻ്റെതായ പോഷകന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊക്കെ നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ആശാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും ശരീരമേ എല്ലാം വൈദ്യം ചെയ്ത എല്ലാ തിരുനാൾ പ്രസിദ്ധിമാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ ഈ തിരുനാളിന് വേണ്ട പൂക്കൾ നേർച്ചയായി സമർപ്പിച്ചത് അഞ്ജു പ്രസാദ് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്ത സിസ്റ്റേഴ്സിനും എല്ലാ പ്രാർത്ഥനകളും വായിക്കുകയും തിരുക്കണമുക്ക് വേണ്ട ആരാധനക്രമത്തിന് വേണ്ട എല്ലാം ക്രമീകരിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, രക്ഷയുടെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിന്റെ സ്മരണ ആദരപൂർവ്വം ആഘോഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ യാചിക്കുന്നു. സജീവ വചനത്തിലൂടെയവനായ അങ്ങേ പുത്രനോട് ഞങ്ങൾ നിരന്തരം ഐക്യപ്പെടുകയും അതുവഴി അങ്ങേ അധർണത്തിലെ വിശ്വസ്ത ആടുകളായി ഞങ്ങൾ നിത്യമായ മേച്ചുസ്ഥലത്തേക്ക് സന്തോഷപൂർവ്വം നയിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. വിശുദ്ധ പത്രോസിന്റെ രക്ഷാകരമായ വിശ്വാസ പ്രഖ്യാപനത്തിൽ നിങ്ങളെ സ്ഥിരീകരിക്കുകയും അതുവഴി നിങ്ങളെ തിരുസഭയുടെ വിശ്വാസത്തിന്റെ പാറയിൽ സ്ഥാപിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ പൗലോസിന്റെ നിസ്തന്ത്രമായ പ്രബോധനത്താൽ നിങ്ങളെ പ്രബുദ്ധരാക്കി അവിടുന്ന് അദ്ദേഹത്തിന്റെ മാർഗമനുസരിച്ച് ഇപ്പോഴും സഹോദരരെ ക്രിസ്തുവിനായി നേടിയെടുക്കുവാൻ നിങ്ങളെ പഠിപ്പിക്കുമാറാകട്ടെ. പത്രോസ് അധികാരത്തിന്റെ താക്കോൽ വഴിയും പൗലോസ് സുവിശേഷ വചനം വഴിയും ആർജിച്ചെടുത്ത് ഒരാൾ കുരിശിലൂടെയും ഒരാൾ വാളിലൂടെയും പ്രവേശിച്ച് പിതൃരാജ്യത്തിലേക്ക് സന്തോഷപൂർവ്വം എത്തിച്ചേരുവാൻ അവരുടെ മാധ്യസ്ഥ സഹായത്താൽ അവിടുന്ന് നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ വന്നഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യ പൂജ സമാപിച്ചു. പരിശുദ്ധ പരമാദിവ്യകാല
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗീയ മധ്യസ്ഥ പത്രോസ്ലീഹ, സ്വർഗീയ മധ്യസ്ഥ പത്രോസ്ലീഹ,